നമസ്കാരം. നമ്മള് ഇന്ന് എല്ലാവരും ഉള്ളത് ക്വിസാറ്റിലാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ന് ഭയങ്കര രസമുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉയരെ എന്നാണ് പറയുന്നത്. ഉയരെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഉയർത്ത് എഴുന്നേറ്റ് പറക്കാനായിട്ട് ഒരു കൂട്ടം വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇവിടെ നടന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി റൂസയും സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് നടത്തുകയുണ്ടായി ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ ചേച്ചിമാര് അവരുടെ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു, അവരിന്നത് ലോഞ്ച് ചെയ്തു. അങ്ങനെ വളരെ ഭംഗിയുള്ള ഭയങ്കര നമുക്ക് ഉയരത്തിലായി എന്ന് തോന്നിക്കുന്ന ഒരു പരിപാടി. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്റർവ്യൂയുടെ തുടക്കം തന്നെ ക്വിസാറ്റിന്റെ തന്നെ വളരെ അഭിമാനമായിട്ടുള്ള ക്വിസാറ്റിലെ തന്നെ ഒരു വിദ്യാർത്ഥിനി അശ്വതി വേണുഗോപാൽ. ആള് ഇവിടെ പഠിച്ചു, ഇവിടെ ഏറ്റവും നല്ല പ്ലേസ്മെന്റ് നേടിയെടുത്തു. ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംരംഭകയാണ്. അശ്വതിയോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് അശ്വതി. ഹലോ. ഇപ്പം ഇന്ന് ഉയരയിൽ ഇവിടെ വന്നിരിക്കുകയാണ് അല്ലെ? ഇപ്പം നമ്മൾ പഠിച്ച നമ്മുടെ ക്യാമ്പസ്, ഇപ്പം നമ്മള് ക്യാമ്പസിലെ ഒരുപാട് നമ്മൾ പഠിച്ചതിനേക്കാൾ വളരെയധികം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥിനിയായിരുന്നു, ഇപ്പൊ ഇവിടെ ഒരു സംരംഭകയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു വിദ്യാർത്ഥിനി എന്നിരിക്കുന്ന കാലവും ഇപ്പൊ സംരംഭകയായിട്ടിരിക്കുന്ന കാലവും ഒന്ന് ഓർത്തെടുത്ത്. ഞാൻ 2016-18 ബാച്ചാണ്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് കുസാറ്റില് MBA പഠിച്ചിരുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് MBA പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കോഴ്സ് ഉണ്ട്. അപ്പം ആ ഒരു സെമിസ്റ്ററിലെ കോഴ്സ് പഠിച്ചതോടെയാണ് ഓൺടർപ്രണർഷിപ്പിനെ പറ്റി ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ വേറെ സ്റ്റാർട്ടപ്പ് സ്റ്റോറീസ്, ഓൺടർപ്രണേഴ്സിന്റെ കഥകൾ ഇതൊക്കെ നമ്മൾ കാണുമെങ്കിലും നമുക്ക് ശരിക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് നടക്കുന്നത്, എന്താണ് ഓൺടർപ്രണർഷിപ്പ്, ഇതൊക്കെ തിയറി പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും ഇരുന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സമയത്ത് സംഗീത മാം ആയിരുന്നു ഞങ്ങളുടെ ഫാക്കൽറ്റി. മാം ഞങ്ങൾക്ക് ബിസിനസ് മോഡൽ ക്യാൻവാസ്, അതുപോലെ പിച്ച് ഡെക്ക്, ഇതുപോലത്തെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു. ഈ ക്ലാസ് റൂമിൽ തന്നെ ഞങ്ങൾക്ക് ചെറിയ ഐഡിയാസ് വെച്ചിട്ട് ബിസിനസ് മോഡൽ ക്യാൻവാസ് ഉണ്ടാക്കി പ്രസന്റ് ചെയ്യാനായിട്ടും ഐഡിയ ഫീസിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, പിന്നെ അതേപോലെ ചെറിയ ചോക്ലേറ്റ്, ഒരു സ്മോൾ ചോക്ലേറ്റ്സിന്റെ ഒരു പാക്കറ്റ് പോലെ ആക്കിയിട്ട് കൊണ്ടുപോയി വിറ്റു നോക്കൂ, അപ്പോഴേ ഒരു സെയിൽസിന്റെ ഒരു പ്രോബ്ലം മനസ്സിലാക്കുള്ളൂ. അപ്പൊ ആ ഒരു എക്സസൈസോട് കൂടി ബ്രാൻഡിങ് എങ്ങനെയാണ്, പ്രൈസിങ് ചെയ്യേണ്ടത്, ഒരു പ്രോഡക്റ്റ് എങ്ങനെ പ്രസന്റ് ചെയ്യണം, അപ്പൊ നമ്മൾ നമ്മുടെ ഓഡിയൻസ് ആരാണ്, മാർക്കറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ആൻഡ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരൊറ്റ ഒരു പരിപാടിയോട് കൂടി പഠിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട്, അതായത് ആ ഒരു അസൈൻമെന്റ് കഴിഞ്ഞിട്ട് ശരിക്കും ചോക്ലേറ്റ്സ് ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വിൽക്കാനൊക്കെ തുടങ്ങി. ഞങ്ങളൊക്കെ പക്ഷെ അസൈൻമെന്റോട് കൂടി വിട്ടു. ബട്ട് കോളേജെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്ലേസ്ഡ് ആയി, ആമസോണിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് ഒരു ഐഡിയ, ലൈക്ക് ഫീസിബിൾ ആയിട്ടൊരു ഐഡിയ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് അവസരശാല എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ സ്റ്റേജ് എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ക്ലാസ്സിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നതും, ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, വീക്ക്നെസ് എന്താണ് ഒരു കമ്പനിയുടെ, എല്ലാത്തിനെയും പറ്റിയിട്ടുള്ളത് തിയറി പഠിച്ചിരുന്നു. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സിറ്റിക്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഇൻക്യുബേറ്റർ ഉണ്ട്, TBI ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. അവിടെ ഞങ്ങൾക്ക് റൂസ ഫണ്ട് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് ആയിട്ട് കിട്ടി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇവിടെ ഓഫീസ് സ്പേസും എടുത്തിരുന്നു. ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് അറിയാവുന്ന ക്യാമ്പസ്, അപ്പം കുറെ സ്റ്റുഡൻസ് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ റിസർച്ച് ഫാക്കൽറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ബിക്കോസ് കുറച്ച് റിസർച്ച് ആവശ്യം ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പൊ ടെക്നോളജി ബേസ്ഡ് ആയിട്ടും ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ് ബേസിക്കലി അവസരശാല. അപ്പം ഒന്നാമത് ഈ ക്യാമ്പസിലുള്ള അത്രയും റിസോഴ്സസ് ഒത്തിരി യൂസ്ഫുൾ ആയി വന്നു. പിന്നെ ഇതൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ സ്പേസും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഓഫീസ് സ്പേസ് ഞങ്ങൾക്ക് സിറ്റിക്കിൽ തന്നെ കിട്ടി. അപ്പൊ ഞങ്ങളെ പോലെ തന്നെ അതേ സ്റ്റേജിൽ ഇരിക്കുന്ന കുറെ സ്റ്റാർട്ടപ്സ് ആയിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ചിലതൊക്കെ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്സ് ആണ്, ചിലത് പുറത്തുനിന്ന് വന്ന് ഇവിടെ സ്പേസ് എടുത്ത സ്റ്റാർട്ടപ്സാണ്. അപ്പൊ ഞങ്ങൾക്ക് കൂടുതലും ഇപ്പൊ ടെക്നോളജി ബേസ്ഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ള വേറെ കമ്പനീസിനെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എനിക്ക് നോക്കുമ്പോൾ ആസ് എ സ്റ്റുഡൻറ്
ആൻഡ് ആസ് എൻ ഓൺടർപ്രന്യൂർ ഞാൻ 2 രീതിയിൽ ഈ ക്യാമ്പസ് ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തിരിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ വൺ ഓഫ് വെരി ഫസ്റ്റ് എംപ്ലോയീസിൽ കുറേ പേര് ഇവിടെ തന്നെ എൻ്റെ തന്നെ ജൂനിയേഴ്സ് ആണ്. SMS സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പഠിച്ചവരും പിന്നെ എൻ്റെ ബാച്ചിലുള്ളവർ ചിലരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരുന്നു പാർട്ട് ടൈം ആയിട്ടൊക്കെ. അപ്പം അങ്ങനെ എന്താ പറയുക, ദിസ് ക്യാമ്പസ് മീൻസ് എ ലോട്ട് ടു മീ. ആൻഡ് ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ ആ ഒരു പ്രചോദനം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഈ ഒരു പ്രൊജക്ടിനെ പറ്റി പറഞ്ഞപ്പോ ഞാനും ആലോചിക്കുന്ന അതാണ്. ഞാൻ മാമിന്റെ കൂടെ പോസ്റ്റ്ഡോക്ക് ചെയ്യുന്ന സമയത്ത് മാമിന്റെ കൂടെ ഈ നിങ്ങൾ ഇതേ സെയിം ഇതുപോലെയുള്ള പ്രൊജക്ടുകൾ വരുമ്പോ അതിനെ ഞാനും പോയിരുന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് മാമിന് കൂടെ കൂട്ടും. അപ്പൊ ഇങ്ങനെ കുട്ടികൾ പറയുന്ന കേൾക്കുമ്പോഴാണ് അയ്യോ ഇത്ര ഭംഗിയായിട്ട് ആളുകള് അവസരങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ തിയറി ആയിട്ട് പഠിക്കുമ്പോൾ പോലും പഠിച്ചു വിട്ടു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്രൊജക്ട് ഒരു ഗ്രൂപ്പ് കുട്ടികളെ ഇരുത്തി അവരൊരു ഐഡിയ കൊണ്ടുവന്ന് അവര് ഓടി നടന്ന് ആൾക്കാരോട് ചോദിച്ച് അത് ഭയങ്കര രസമാണ്. അപ്പം പറഞ്ഞു വന്നത് ഒരു അവസരം ക്യുസാറ്റ് തന്നു. അത് 2 രീതിയിൽ, പ്ലേസ്മെന്റ് ആയിട്ടും പഠനമായിട്ടും പിന്നീട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ടും. അവസരശാല എന്നുള്ള രീതിയിൽ ഒരു പേരും പ്രൊജക്റ്റിന് കൊടുക്കുകയും ചെയ്തു. എന്താണ് ഈ സംരംഭം എക്സാക്ട്ലി എന്താണ് ഇത്? അപ്പം അവസരശാല എന്ന് പറയുമ്പോൾ അവസരങ്ങളുടെ ഒരു ശാല, അതായത് ഹബ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് ഇതൊരു സ്കൂൾ സ്റ്റുഡൻസിന് ആൻഡ് യൂത്തിനും വേണ്ടിയിട്ടുള്ള അവരുടെ എക്സ്ട്രാ കരിക്കുലർ ഇൻട്രസ്റ്റുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൂടെ കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ കൂടുതലും സ്കൂൾ സ്റ്റുഡൻസിലോട്ട് ഫോക്കസ് മാറിയിട്ടുണ്ട്. ആൻഡ് പല രീതിയിൽ, അതായത് ഞാനിപ്പോ തുടങ്ങിയത് കോവിഡ് ടൈമിൽ തൊട്ട് മുന്നേ ആണ്. അപ്പൊ അത് കഴിഞ്ഞു കോവിഡ് ടൈമിൽ വേറെ കംപ്ലീറ്റ്ലി ന്യൂ സെറ്റ് ഓഫ് ചാലഞ്ചസ് ആയിരുന്നു. അങ്ങനെ കമ്പനി വേറൊരു പുതിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ സ്റ്റുഡൻസിന് ഇപ്പം അവർക്ക് കഴിവുകൾ പല കാര്യങ്ങളിലുണ്ട്, അതായത് എഴുതാൻ, വായിക്കാൻ, പിന്നെ ഒറേറ്ററി സ്കിൽസ്, ചിലർക്ക് ഡാൻസ്, ആർട്ട് ഫോംസ് ആയിരിക്കും, ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും. അപ്പൊ ഇതിലൊക്കെ ചെറിയ എന്താ ഇൻട്രസ്റ്റ്, ചെറിയ കുറച്ച് കോമ്പറ്റീഷൻസിന് പോവുക, ഇതിനേക്കാളും കൂടുതൽ അവർക്ക് അതിനെ എങ്ങനെയാണ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലും ഫെലോഷിപ്സ് നടക്കുന്നുണ്ട് പലതിലും. ഇപ്പൊ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഈ അണ്ടർ 18 ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസ് അറിയുന്നില്ല. ആൻഡ് ഐ എം നോട്ട് ജസ്റ്റ് ടോക്കിംഗ് കേരളത്തിലുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. എല്ലാവരും പഠിത്തവും അതാണ് അവരുടെ ലോകം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു കൊടുക്കുമ്പോൾ സ്റ്റുഡൻസിന് അത് ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ്. ആ ഒരു എനർജി അവിടെ കാണുന്നുണ്ട്. അവർക്ക് അത് ആവശ്യമുണ്ട്, ഇങ്ങനത്തെ അവന്യൂസ് ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിനൊരു സ്റ്റോറി ഉണ്ട് എങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഇതിലോട്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ MBA പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ഇന്റർനാഷണൽ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. കെറ്റൽ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അത് അറ്റ്ലാന്റ USA ബേസ്ഡ് ആയിട്ടൊരു യൂത്ത് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം സംഗീത മാം ആയിരുന്നു എന്നെ റെക്കമെൻഡ് ചെയ്ത് ഞാൻ അതിൽ കയറിയത്. അപ്പൊ അതൊരു 1 year long ലൈക്ക് വെർച്വലി നമ്മൾ കുറച്ച് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. ബേസിക്കലി എൻ്റെ ലീഡർഷിപ്പ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ആമസോണിൽ ജോയിൻ ചെയ്തു. അപ്പോഴും ഇത് സൈഡിൽ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ബേസ്ഡ് ഓൺ എൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഐ വാസ് ഇൻവൈറ്റഡ് ഫോർ ആൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഇൻ അറ്റ്ലാന്റ. അപ്പം വേൾഡ് ഓവർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ 27 യൂത്ത് ഒരാൾ ഞാനായിരുന്നു. ആൻഡ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയി. അപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം എനിക്ക് 2-3 ഇവന്റ്സിന് എന്നെ സ്പീക്കറായിട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ പേരൻസ് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇവിടെ എഞ്ചിനീയറിംഗ് ചെയ്ത മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, എൻ്റെ MBA ചെയ്തത് SMS കുസാറ്റിലാണ്. അപ്പൊ ഞങ്ങളുടെ കുട്ടികളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് യു ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു റെപ്രസെന്റ് ഇന്ത്യ ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലത്തെ അവസരം എവിടെയാണ് ഞങ്ങൾക്ക് കിട്ടുക? ഈ ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസരശാലയിലോട്ട് എത്തിച്ചത്. സീഡിങ് അത് തന്നെ എക്സാക്ട്ലി ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങളുടെ ടേണിംഗ് പോയിന്റ്. മെയിൻലി എന്താന്ന് വെച്ചാൽ ഈ കെറ്റൽ എന്ന് പറയുന്ന ഒരു അവസരം കിട്ടുന്നതിന് മുന്നേ ഞാനൊരു 180ഓളം ഓപ്പർച്യൂണിറ്റീസ് അപ്ലൈ ചെയ്ത് റിജക്ട് ചെയ്ത ആളാണ്. അപ്പൊ എനിക്ക് ഇത്രയും അവന്യൂസ് ഓൾറെഡി അറിയാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ കെറ്റൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ബാക്കിയുള്ളവരൊക്കെ എപ്പോഴാണ് അവർ അടുത്ത വർഷം തുടങ്ങാൻ പോകുന്നത്, എന്താണ് അതിൽ റിജക്റ്റ് ആവാൻ റീസൺ എന്താ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക്
ഐ തോട്ട് ഞാനാണ് ഇത് ചെയ്യേണ്ട ആള്, കറക്റ്റായിട്ട് എനിക്കാണ് ഇത് പറ്റുള്ളൂ. ഈ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്യൂറേഷൻ പ്ലാറ്റ്ഫോം കൊണ്ടുവരാനായിട്ട് എന്തുകൊണ്ടും എന്നെ കൊണ്ട് പറ്റും. പിന്നെ ബാക്കി ബിസിനസ്, അത് നമ്മുടെ ഐഡിയ ആണെങ്കിലും ബിസിനസ് നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഇപ്പം ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഫൗണ്ടർ ആണ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ 2 ഫൗണ്ടേഴ്സ് ആണുള്ളത്. ഞാനും എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്റെ കോ ഫൗണ്ടർ. സന്ദീപ് CEO ആണ്, ബേസിക്കലി കുറെ കൂടെ ഓപ്പറേഷൻസ് നോക്കുന്നത്. ഞാനാണ് CEO. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടാണ് ഈ കമ്പനി നടത്തുന്നത്. അപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെയും പിന്നെ IIM കോഴിക്കോട് അവരുടെ ലൈവ് പ്രോഗ്രാമിന്റെ ഒക്കെ ഗ്രാൻഡും ഓൺടർപ്രന്യൂർ ഇൻ റെസിഡൻസ് അങ്ങനത്തെ കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു ഞങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്യാമ്പസ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓൺടർപ്രന്യൂറിന് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ലോൺ എടുക്കാനൊക്കെ പോയാൽ അല്ലെങ്കിൽ ഈവൻ VC ഫണ്ടിങ് ആദ്യമേ ചെയ്യാൻ പോയാൽ ഇക്വിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് ഗ്രാൻഡ് സപ്പോർട്ട് അങ്ങനെയല്ല. അതിന് നമ്മൾക്ക് എന്താ പറയുക, ഈവൺ ഇഫ് നമ്മുടെ ഐഡിയ വളരെ വളരെ നേസൻ സ്റ്റേജിലാണേലും ഫെയിലിയറിനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ ഫെയിൽ ആയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ റവന്യൂ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഫ്രം ഡേ 1 ഞങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു എന്താ പറയാ, അതൊരു പ്രിൻസിപ്പിൾ. ബ്രേക്ക് ഇവന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്തില്ല, ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ബ്രേക്ക് ഇവൻ നമ്മൾ റീച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ചെലവ് മാത്രമല്ല വരവും വേണം. അത് വാട്ട് എവർ മേക്സ് റവന്യൂ സെൻസ് അതേ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ പറയുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ ചില കമ്പനീസ് ഉണ്ട്, ഊബർ പോലത്തെ ഒക്കെ ഭയങ്കര വലിയ കമ്പനീസ് ഇപ്പോഴും ലോസിലാന്ന് അവർ പറയും. കാര്യം എന്താ വെച്ചാൽ അവര് കൂടുതൽ സ്പെൻഡാ ചെയ്യുന്നത്. ഇത് അവർക്ക് റവന്യൂ ഉണ്ടാക്കുന്നത് അവരുടെ ഒരു ഇതല്ല, എന്താ പറയാ, ക്രൈറ്റീരിയ അല്ല. VC ഫണ്ടിങ് ഉള്ളപ്പം അങ്ങനെയാണ് ചില കമ്പനീസ് റൺ ചെയ്യണം. പക്ഷെ ഞങ്ങളെ പോലെ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടുള്ളവർക്ക് അതിനുള്ള സ്പേസ് ഇല്ല. ആൻഡ് കോവിഡ് ടൈമിൽ പെട്ടെന്ന് ഫണ്ടിങ് ഒക്കെ നിന്നു. ഫണ്ടിങ് വിന്റർ എന്ന് പറഞ്ഞു വന്നു. അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മന്ത്സിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ഇതേപോലെ തന്നെ ഒരു ഡിക്ലൈൻ വരും. അപ്പൊ അങ്ങനത്തെയൊക്കെ സമയത്ത് നമുക്ക് തന്നെത്താനെ നിൽക്കാൻ പറ്റണം. അതാണ് ഒരു ബിസിനസ് ആണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ എക്സ്റ്റേണൽ ഹെൽപ്പിന്റെ ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ കാരണമോ കൂട്ടിപ്പോകാൻ പാടില്ല. ഇപ്പം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞപ്പോ ഞാനൊരു വേർഡ് ശ്രദ്ധിച്ചു, സ്കൂളിലുള്ള കുട്ടികൾക്കും പിന്നെ യൂത്തിനും. പക്ഷെ ഇപ്പം സ്കൂളിലുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താണ് അങ്ങനെയുള്ളത്? ഇപ്പൊ വെറും സ്കൂളിലെ കുട്ടികളെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ യൂത്തിനുള്ള പ്രോഗ്രാം ഉണ്ട്? എന്തൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട്? സ്കൂൾ സ്റ്റുഡൻസ്, അതായത് K-12 എന്ന് പറയും, ക്ലാസ്സസ് 1 to 12 ഈ ഏജ് റേഞ്ചിലുള്ള കുട്ടികളാണ് ഞങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ തുടങ്ങിയപ്പം എല്ലാവർക്കും എന്നുള്ള രീതിയിലായിരുന്നു. അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്നവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ബട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ എപ്പോഴും വി ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് മേക്ക് സെൻസ്. ഏതെങ്കിലും ഒരു ഓഡിയൻസിനെ നമുക്ക് ആദ്യം സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നതാണ് ഐഡിയൽ. ചിലർക്ക് ദേ വിൽ ബി ഏബിൾ ടു ഡു എവറിത്തിങ് ടുഗെദർ ആൻഡ് ഡിപ്പെൻസ് ഓൺ എന്താ നമ്മുടെ പ്രോഡക്റ്റ്. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ ടൈമിൽ സ്കൂൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫോർ എ ലിറ്റിൽ വൈൽ യൂത്തിനെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെയായി, കൂടുതലും സ്കൂൾ സ്റ്റുഡൻസ് ആയി. പിന്നെ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ പല പല രീതിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പം സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം കുറെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇപ്പം യൂത്ത് ഫോറം സ്വിറ്റ്സർലാൻഡ്, എർത്ത് പ്രൈസ് ഇനീഷ്യേറ്റീവ്, ഇങ്ങനത്തെ കുറെ പുറത്ത് നടക്കുന്ന ഇന്റർനാഷണൽ ഇവന്റ്സ് അവർക്കൊരു ഇന്ത്യയിൽ ഒരു ഔട്ട്റീച്ച് പാർട്ട്ണർ ആയിട്ട് വേണം. ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യാൻ ഒരാളെ ഒരു ഗ്രൂപ്പിനെ വേണം. അങ്ങനത്തേക്ക് ഒരു അവസരം വന്നു, ഞങ്ങളെ ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഗ്രോത്ത് വന്നത്. അങ്ങനെയാണ് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വന്നു, പാർട്ട്ണർഷിപ്പിന് വന്നു. അപ്പൊ അതുവഴി ഞങ്ങൾക്ക് കൂടുതൽ സ്റ്റുഡൻസിൽ പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരാൻ പറ്റും. ഒരു റവന്യൂവിന് ഹെൽപ്ഫുൾ ആയി. ഇപ്പം നമ്മൾ പല പല റവന്യൂ സ്ട്രീംസ് ഉണ്ട്. ഇപ്പം സ്റ്റുഡൻസ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷനിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇവന്റ്സ് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിനും ഞങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളൊരു ഇപ്പം ആമസോൺ ഒരു മാർക്കറ്റ് പ്ലേസ് ആണെന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇത് ശരിക്കും ഒരു പ്ലാറ്റ്ഫോമാണ്. ആവശ്യമുള്ളവരും പ്രൊവൈഡേഴ്സും രണ്ടുപേരും വരുന്ന ഒരു രീതിയിലുമാണ്. അതൊക്കെയാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നത് സ്റ്റാർട്ടപ്പ്. പക്ഷെ ഇപ്പോഴാണെങ്കിലും നിങ്ങളിപ്പോ ഇവര് മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ പൊതുവെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കയ്യിൽ ഒരു ഉൽപ്പന്നം ഉണ്ട് എന്നുള്ളത് ആളുകളെ അറിയിക്കുക എന്നുള്ളൊരു സംഭവം.
അതിന് ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതോ നല്ല എങ്ങനെയാണ് അതിന്റെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ പോകുന്നത്? ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കണ്ട പല സ്റ്റാർട്ടപ്സ് കണ്ടതിൽ നിന്നും എൻ്റെ ഒരു ഓണ്ടർപ്രന്യൂറൽ ജേർണിന്നും രണ്ട് രീതിയിലാണ് കാര്യം നടക്കുന്നത്. ഒന്നെങ്കിൽ ഒരു നീഡ് ഉണ്ട്, അതായത് അത്യാവശ്യമായിട്ട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഉൽപ്പന്നം ഇറക്കുമ്പോൾ വലിയ മാർക്കറ്റിങ്ങിന്റെ ആവശ്യം വരില്ല. എക്സാമ്പിൾ, കോവിഡിന്റെ സമയത്ത് സാനിറ്റൈസർ കിട്ടാനില്ല, എല്ലാവർക്കും വേണം. നമ്മളൊരു സാനിറ്റൈസർ പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ അതിന് ബ്രാൻഡിങ് ഒന്നും ആ ടൈമിൽ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ ഇപ്പം മില്ലറ്റ്, ലാസ്റ്റ് ഇയർ ഓഫ് മില്ലറ്റ് ആയിട്ട് അപ്പം ഒത്തിരി ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. നമ്മൾ മില്ലറ്റിലെ പോലത്തെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൊണ്ടുവരാനും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇപ്പൊ ഈസിയാണ്. അപ്പൊ നമ്മൾ പോയിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ മില്ലറ്റ് പ്രോഡക്റ്റ് വെക്കാൻ അവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ആ വർക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അതേസമയം പുതിയൊരു ഇവന്റ്, ഒരു കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇന്നോവേഷൻ ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ആൾക്കാരെ നോളജ് കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കണം ഈ പ്രോഡക്റ്റിന്റെ ഗുണം എന്താണ്, അവരത് ഉൾക്കൊള്ളാൻ റെഡി ആവണം. അപ്പൊ നമ്മൾ കൂടുതൽ ബ്രാൻഡിങ്ങിനും ഒക്കെ കാശ് കുറെ ചെലവാക്കേണ്ടി വരും. അങ്ങനെയാണ് ആ ഒരു ആക്ടിവിറ്റി. അതാണ് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു രീതിയുണ്ട്, ഐദർ യുവർ പ്രോഡക്റ്റ് ഇസ് എ പെയിൻ കില്ലർ അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ വിറ്റമിൻ. പെയിൻ കില്ലർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് ആൾക്കാർക്ക്, നമ്മൾ കൊടുത്താൽ അവർ അപ്പം അതെടുത്ത് കഴിക്കും. വിറ്റമിൻ ആണെങ്കിൽ ചിന്തിച്ച് ആലോചിച്ച് വേണോന്നനുസരിച്ച് അങ്ങനെ. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഏത് കാറ്റഗറി കിടക്കണമെന്നനുസരിച്ചാണ് ഈസി ആണോ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യണേ അതോ പാടാണോ എന്നുള്ളതിൽ വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാൻ, കാരണം ഇപ്പം നമ്മുടെ ഒരു തിയറിയിലോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഒരു സമ്മർ ടൈമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ കളിക്കാൻ പോകാനായിട്ടൊക്കെ താല്പര്യമുള്ള കുട്ടികളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുള്ള അടുത്തുനിന്ന് എങ്ങനെയാണ് ആ ഒരു ടാർഗറ്റിനെ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു അറിവ് കൊടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്ലറിഷ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ടാർഗറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആണ് പൊതുവിൽ യൂസ് ചെയ്യാറ്? ഇപ്പം ഇത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സ്പേസിൽ, അതായത് എടെക്, അതിൽ മാത്രമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഓരോ ഇൻഡസ്ട്രിക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ എടെക് അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിൽ ഈ എന്താ പറയുക സൈക്ലിക് നേച്ചറാണ്. ജൂൺ ജൂലൈ ടൈമിൽ നമ്മൾ ആൾക്കാർക്ക് അധികം ഒരുപാട് എക്സ്റ്റേണലി പോകേണ്ട ഇവന്റ്സിന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഇവന്റ്സ് ഉണ്ടാവില്ല. ഐ മീൻ ലൈക്ക് ആരും അങ്ങനത്തെ പ്രോഗ്രാംസ് അപ്പൊ നടത്തുന്നും ഉണ്ടാവില്ല. കൂടുതലും അക്കാഡമിക് ഓറിയന്റഡ് അല്ലെങ്കിൽ സ്കൂൾ ബാക്ക് ടു സ്കൂൾ ആണല്ലോ, അതിനോടനുസരിച്ചുള്ള ഇവന്റ്സ് ആയിരിക്കും ആ ടൈമിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതും അതാണ്, പ്രൊവൈഡ് ചെയ്യുന്നതും അങ്ങനത്തെ ഇവന്റ്സ് ആണ്. പിന്നെ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമില് കേരളത്തിൽ മാത്രമേ ഓണപരീക്ഷയും ഒക്കെ ഉള്ളൂ. പക്ഷെ ജനറലി നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലൊക്കെ കൂടുതലും ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന ഇവന്റ്സ് ഒക്കെ വരുന്നത് ആ ടൈമിലാണ്, സ്പ്രിംഗ് ആ ഒരു ഇവന്റ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്ന പേരൻസിന് അറിയാം ഇങ്ങനത്തെ ഇവന്റ്സ് ആ ടൈമിലുണ്ട്. കിട്ടാത്തതാണ് അവരുടെ പ്രശ്നം. അപ്പൊ ഞങ്ങളിത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ് ഇൻ എ വേ. പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ കുറച്ച് ഒരു എന്താ കൂടുതലും കൂടുതലും എക്സ്റ്റേണലി, അതായത് ഇപ്പം സ്പോർട്സിന്റെ, ഇപ്പം നമ്മുടെ ഇവിടെ കൊച്ചി ബ്ലാസ്റ്റേഴ്സ് ജൂനിയേഴ്സിന്റെ ട്രയൽസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ചുകൂടെ എക്സ്റ്റേണലി പുറത്തിറങ്ങുന്ന ഇവന്റ്സ് ഒക്കെ ആ ടൈമിലാണ് നാഷണൽ ആൻഡ് റീജിയണൽ ലെവലിൽ വരുന്നത്. പിന്നെ വരുന്നത് ജനുവരി ആ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾക്ക് UAE-ലും കുറച്ച് പ്രസൻസ് ഉണ്ട്. അപ്പൊ അവിടെയും ഇന്ത്യൻ സ്കൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെയും ഞങ്ങളുടെ ഇവിടത്തെ സ്റ്റുഡൻസിന്റെ ഒക്കെ അവധി വരുന്നത് പതുക്കെ ഓരോരുത്തരായിട്ട് തുടങ്ങും. സമ്മർ ക്യാമ്പ്, സമ്മർ ആക്ടിവിറ്റീസ് അങ്ങനത്തെയൊക്കെ തുടങ്ങും. അപ്പം ഓരോ ടൈം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതനുസരിച്ചാണ് അപ്പത്തെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാന്ന് മനസ്സിലാക്കുക. നമ്മളൊരു വിത്തിൻ സം ടൈം നമ്മൾ ഈ ഒരു സൈക്ലിക് നേച്ചർ പഠിക്കും. അത് ഓരോ ഇൻഡസ്ട്രിയിലും അങ്ങനെയാണ്. ഇപ്പം ഈവൻ ഗാർമെന്റ് ഇൻഡസ്ട്രി ആണെങ്കിലും ചില സമയത്ത് ആൾക്കാരുടെ ഡിമാൻഡ് കൂടുന്നത് ഇപ്പം ഇവിടെ ഫെസ്റ്റിവൽ ടൈംസിലാണ്. ജനുവരി ടൈമിൽ ഒരുപാട് ട്രേഡ് ഫെയറുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും, അറിയാതെ തന്നെ നമ്മൾ എക്സ്പോസ്ഡ് ആകും. ഇപ്പം കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പാരന്റ്സ് ത്രൂ ആണ് നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വരണേ എന്നുള്ള ഒരു ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇപ്പൊ ഉള്ള ഒരു കുട്ടികളിലുള്ള മാറ്റം എങ്ങനെയാണ്? ഇത് കൂടുതലും ഇങ്ങനെ ഗ്രാബ് ചെയ്യണം, മാക്സിമം ഓപ്പർച്യൂണിറ്റി അങ്ങനെയാണോ? കുറച്ചുകൂടി ഓപ്പർച്യൂണിസ്റ്റുകളാണോ കുട്ടികൾ? ആണ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് ഇപ്പം കൂടുതലും അവർ ടെക് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഞങ്ങളുടെ ആപ്പ് ഒക്കെ ഇപ്പം പേയ്മെന്റ് നടത്തുന്നതും പതുക്കെ ഞങ്ങൾ കാണുന്നത് അവര് തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പം പേരൻസിന് they need to be convinced that ഇങ്ങനത്തെ പരിപാടികൾ അവരുടെ പഠിത്തത്തിൽ നിന്ന് അവരെ മാറ്റത്തില്ല. അതൊരു ചെറിയ പെർസെന്റേജ് ഓഫ് പാരന്റ്സ്. ബാക്കിയുള്ളവർക്ക് അറിയാം ഈ കുട്ടികളെല്ലാം മാനേജ് ചെയ്തോളും.
ഇപ്പം എന്താ വെച്ചാൽ അവർ കൂടുതലും യൂട്യൂബേഴ്സ് ആണ്, കുറെ പേര് ഡിജിറ്റലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അവർ തന്നെ ഡിജിറ്റൽ ആർട്ടും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്, എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ. സ്പെഷ്യലി മില്ലേനിയൽസ് അപ്പം ഭയങ്കര ഡിഫറെന്റ്, അവരുടെയും ഔട്ട്ലുക്ക് ഡിഫറെന്റാ. ചില പാരന്റ്സ് ഒക്കെ പറയുന്നത് പഠിച്ചില്ലേലും വേണ്ടില്ല, ഇവന്റെ കഴിവുകൾ പുറത്തു വന്നാൽ മതി, ആ രീതിയാണ്. നമുക്ക് കിട്ടാതിരുന്ന ഒരു സാധനം വ്യത്യാസം വരുന്നതാണ്. അപ്പം അതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഡയറക്ട്ലി സ്റ്റുഡൻസ് ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നത്. രസമുള്ളൊരു കാര്യം പറയാം, ഞങ്ങളുടെ ആപ്പ് റിലീസ് ചെയ്ത സമയത്ത് നമുക്കിങ്ങനെ UI എന്ന് പറയും, യൂസർ ഇന്റർഫേസ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ആ ടൈമിൽ ആദ്യം ഞങ്ങൾ പാരന്റ്സിനെയാണ് വിളിച്ചത്, എങ്ങനെയാണ് ഇത് ലൈക്ക് ആപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു. പിന്നെ ഞങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യുന്നത്, അവരുടെ കൂടെ ഇരിക്കുന്ന കുട്ടികളാണ്, അമ്മ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും പാരന്റ്സ് അല്ല ഇത് നോക്കുന്നത്, പിന്നെ കുട്ടികളുടെ ടെസ്റ്റിംഗ്. അപ്പൊ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പാരന്റ്സും പറഞ്ഞതാണ്, ചിലർക്ക് മൊബൈൽ ടൈം കൊടുക്കുന്നില്ലെങ്കിലും ഫോൺ കൊടുക്കും, നീ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പം അവർക്ക് യൂസ് ചെയ്യാൻ പാകത്ത രീതിയിലാണ് ഞങ്ങളുടെ ആപ്പ് പോലും ഡിസൈൻ ചെയ്തത്. കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണ് അതിനാണ്. അവരാണിത് അതിന്റെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ യൂസറും പിന്നെ എന്താ പറയുക, പേ ചെയ്യുന്ന ഒരാളാണേലും യൂസ് ചെയ്യുന്ന വേറൊരാളാണ്. അത് ഞങ്ങൾ പഠിച്ചു, അതനുസരിച്ച് മാറി. ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ ചോദ്യം ചോദിക്കാനുള്ള കാരണം, ഇപ്പൊ നമ്മൾ റിസർച്ചിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പൊ ഈ നമ്മളിവിടെ സെല്ലിങ്ങിന് വന്നിട്ടുള്ള ചേച്ചിമാരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുമ്പോഴും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഈ പറയുന്ന സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ്, പൊസിഷനിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയും. അതുപോലെ അവർ പറയുന്ന ഒരു കാര്യമാണ് ഈ കോമ്പറ്റീഷൻ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പം ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഈ ഒരു മാർക്കറ്റിലുണ്ട്, അതും സക്സസ്ഫുൾ ആയിട്ട് ബൈ ഗോഡ് ഗ്രേസ് അത് നടന്നു പോകുന്നുണ്ട്, അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇത്രയും സെക്കൻഡ്സിലല്ലേ നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്, അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ട്? ഞാനിപ്പോ പറയുന്നത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കോമ്പറ്റീഷന്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, കൂടുതലും ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വേറെ ടെക് സ്പേസിലുള്ള കമ്പനീസ് ആയിട്ട് ഞങ്ങൾ കണക്ട് ചെയ്തിട്ട് അവരും ഞങ്ങളും കൂടെ ഒരുമിച്ചാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അത് മിക്ക ഇൻഡസ്ട്രിയിലും അത് പോസിബിൾ ആണ്. ഇപ്പം ഫുഡ് ടെക്കിലാണെങ്കിൽ 1-2 ഫുഡ് ടെക് കമ്പനീസിനെ ഒരുമിച്ച് ഒരു ബാൻഡ് ചെയ്യുവാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു ട്രേഡ് ഫെയർ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും അറിയിക്കും, അവർ ഒരുമിച്ചായിരിക്കും അവിടെ പോകുന്നത്. ആൻഡ് മോസ്റ്റ്ലി സ്പേസ് ഒക്കെ എടുക്കുമ്പോൾ ഷെയർ ചെയ്തെടുക്കും. അങ്ങനെ കോമ്പറ്റീഷനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് കാണാതെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് ഉണ്ട്, എല്ലാവർക്കും സ്പേസ് ഉണ്ട് മാർക്കറ്റിൽ. പിന്നെ ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റണം. അതായത് നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മളെ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പക്ഷെ എൻ്റെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സ്പേസിൽ ഞങ്ങൾ കമ്പീറ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. കഴിയുന്നതും എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. പിന്നെ ഞങ്ങളുടെ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആണ്. എൻ്റെ അതേ രീതിയിൽ 1-2 ഇതിനു മുന്നേ കുറച്ച് മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്ത 1-2 കമ്പനീസ് ഉണ്ട്. പക്ഷെ അവരും പതുക്കെ സ്പേസ് മാറി പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവരുമായിട്ട് റീച്ച് ഔട്ട് ചെയ്ത് അവരെന്റെ മെന്റർ ആയിട്ടൊക്കെ ഉണ്ട്. സോ അതാ ഞാൻ പറഞ്ഞത്, എന്റെ രീതിയോ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കില്ല, ബട്ട് ദാറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. അപ്പം അവർക്ക് ഓൾറെഡി വർക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ആദ്യമേ അവർ പറഞ്ഞു തരും. ആൻഡ് എവറിബഡി ഈസ് വെരി ഹാപ്പി ടു ഷെയർ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇപ്പൊ ഞാനിരുന്ന് വർത്താനം പറയുന്ന പോലെ തന്നെ അവരോടൊരു ചോദ്യം ചോദിച്ചാൽ മതി, അവർ പറയും. ആൻഡ് ഇപ്പൊ ചില സമയത്ത് അവർക്ക് വർക്ക്ഔട്ട് ആവാത്ത നമുക്ക് വർക്ക് ആയെന്നിരിക്കും. അപ്പം ആ കോണ്ടാക്ട്സ്, ആ കണക്ഷൻസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും ക്രിട്ടിക്കൽ ആയിരിക്കണം. അതായത് നമ്മളിങ്ങനെ ഇതായി പോകരുത്, അതിലോട്ടങ്ങ് വീണു പോകരുത്. ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഡസന്റ് വർക്ക് ഫോർ അസ്, അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. പക്ഷെ കഴിയുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രി എക്സാക്ട്ലി. ഇപ്പൊ ഇവിടെ തന്നെ വന്നിരിക്കുന്ന കുറെ വിമൻ ഓൺടർപ്രന്യേഴ്സ് ഞാൻ ശ്രദ്ധിച്ചു, 3 പേര് മില്ലറ്റിന്റെ സ്പേസിൽ തന്നെയാണ്. ആൻഡ് ഇപ്പം കോയമ്പത്തൂർ ആണെങ്കിലും മില്ലറ്റ് ഓൺടർപ്രന്യേഴ്സിന്റെ കോൺക്ലേവും ഒക്കെ നടക്കുന്നുണ്ട്. ഈ 3 പേർക്ക് ഒരുമിച്ച് അവിടെ പോകാവുന്നതേ ഉള്ളൂ. ആൻഡ് കമ്പീറ്റ് ചെയ്ത് അവരോട് പറയണ്ട, നമ്മൾ അവരോട് പറയാതെ പോയാൽ മതി. ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും കിട്ടില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, ടുഗെദർ വി വിൽ ഗോ ഫാർ, സോറി അലോൺ വി വിൽ ഗോ ഫാർ, ബട്ട് ടുഗെദർ വി വിൽ ഗോ ഫെർദർ. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും നല്ലത്. അതാണ് ഞാനതാ യൂസ് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എത്ര പേര് അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് ഇപ്പോഴത്തെ ഒരു ചേഞ്ചിങ് ട്രെൻഡ് അതാണ്, എസ്പെഷ്യലി സ്റ്റാർട്ടപ്സിന്റെ വേൾഡില്. MSMEസും സ്മോൾ ബിസിനസ്സും ആ ഒരു എന്താ പറയാ, അറിയാതെ നമ്മൾ ഫ്രണ്ട്സ് ആകും പലയിടത്തും കണ്ട്. പക്ഷെ സ്റ്റാർട്ടപ്സിന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടപ്സിന്റെ കേസിൽ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പരാതിയും അതാണ്. ഒരുപാട്
സ്റ്റാർട്ടപ്സ് വരണു, എന്നാൽ അതിൽ കൂടുതൽ കുറച്ച് വളരെ കുറച്ച് മാത്രം നിലനിൽക്കുന്ന സസ്റ്റൈനബിൾ ആകുന്നത് വളരെ കുറവും, ഫെയിൽ ആകുന്നതിന്റെ എണ്ണം. പക്ഷെ അതും കുഴപ്പമില്ല. കാര്യം എന്താ വെച്ചാൽ ആസ് എ സ്റ്റാർട്ടപ്പ് ഞാൻ പറയുന്നത് ഫെയിൽ ഫാസ്റ്റ് ഓർ സക്സീഡ്. നമ്മൾ ഒരുപാടൊന്നും ഒരു എന്താ പറയുക ഒരു സാധനം വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കി അപ്പം ഇറങ്ങണം, എക്സിറ്റ് ചെയ്യാൻ പഠിക്കണം. അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഇല്ലില്ല ഞാനൊരു 8-9 വർഷം, അത് ദാറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അതുകൊണ്ട് അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഫെയിൽ ആയിക്കോട്ടെ, അവർ തന്നെ വേറെ പുതിയ കാര്യം തുടങ്ങുന്നുണ്ട്, നമ്മൾ അത് അറിയുന്നില്ല. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, വൺ ഓഫ് ദ ഹയസ്റ്റ് എന്താ പാക്കേജിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ക്യൂസാറ്റിലെ. എനിക്കത് അറിയുകയും ചെയ്യാം, കാരണം ഞാനത് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞാൻ എന്റെ കയ്യിലൂടെ പോയിട്ടുള്ള ഒരാളായതുകൊണ്ട്. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരുപാട് നോ, എന്തിനാണ് എന്നുള്ള ചോദ്യം അതൊരു സ്വാഭാവികമായിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ആൻഡ് ലൈക്ക് എന്തായിരുന്നു ഏറ്റവും ബിഗസ്റ്റ് ചാലഞ്ച് ഇങ്ങനെ ഒരു നല്ലൊരു സമാധാനമുള്ള ഒരു അല്ലെങ്കിൽ സമാധാനം എന്നുള്ള രീതിയിൽ ഒരു ജോലി, ഒരു സെക്യൂർ ജോലിയിൽ നിന്ന് പെട്ടെന്നൊരു റിസ്കി ഒരു ഇതിലേക്ക് മാറുക എന്ന് പറയുന്ന സമയത്ത്? അത് അഗൈൻ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ബിക്കോസ് എനിക്ക് ഇപ്പം ഒരു സ്ഥലത്തിരുന്ന് അങ്ങനെ കുറേ നാൾ ഒരേ കാര്യം ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്ത ഒരാളാണ്. എനിക്ക് കറക്റ്റ് ഇതാ ഈ ഒരു സ്പേസ് ആണ്. ഇതിനുള്ള ആ ഒരു എന്താ പറയാ അൺസർട്ടനിറ്റീസ് ഉണ്ട് ഓൺടർപ്രീനിയർഷിപ്പിൽ. എനിക്കത് വലിയ കുഴപ്പമില്ല, ഫേസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും ലൈക്ക് ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞാല് ശരിയാ, ഒരു റവന്യൂ സോഴ്സ് വന്നോണ്ടിരുന്നതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ കുറെ നാളത്തേക്ക് കമ്പനി ബിൽഡ് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുകയാണ്. പ്ലസ് ഞാനും എൻ്റെ ഹസ്ബൻഡും ആണ് കോ ഫൗണ്ടേഴ്സ്. അപ്പം ഒരുമിച്ച് രണ്ടുപേരും ഇതിനകത്തിട്ട് ഇറങ്ങുമ്പോൾ വേറെ റവന്യൂ സോഴ്സ് ഇല്ലല്ലോ ഫാമിലിക്ക്. ഞങ്ങളുടെ ഒരു ഇതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സേവിങ്സ് അതുവരെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ കൈൻഡ് ഓഫ് മെയ്ഡ് എ കാൽക്കുലേഷൻ, എത്ര നാളിത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അത്രയും നാളെ നമ്മളിത് ട്രൈ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ടുണ്ട്, ഒത്തിരി ഗവൺമെന്റ് ഗ്രാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഓൺടർപ്രണർ ഇൻ റെസിഡൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് DST പ്രൊവൈഡ് ചെയ്യുന്ന നിധി EIR എന്ന് പറഞ്ഞിട്ട് പല പല ഇൻക്യുബേറ്റേഴ്സ് വഴി കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു സ്റ്റൈപ്പൻഡ് പോലെ കിട്ടും. അത് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള. ഇപ്പൊ ആമസോണിലുള്ള പാക്കേജിന് അത്രയൊന്നും വരില്ല, പക്ഷെ അത്യാവശ്യം ഒരു ഓൺടർപ്രണറിന് ജീവിക്കാൻ ഒരു വർഷത്തേക്കുള്ള ഇത്. സ്റ്റുഡൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് അവർ ചെയ്യേണ്ടത് ഇതാണ്, ഒരു EIR പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്താൽ അവരുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നില്ല എന്നുള്ള വിഷമവും ഉണ്ടാവില്ല, അവർക്ക് സാലറി പോലെ സ്റ്റൈപ്പൻഡ് കിട്ടുകയും ചെയ്യും, പ്ലസ് അവർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റും. പിന്നെ ഒരു എക്സിറ്റ് പ്ലാൻ വേണം, അതായത് എന്താണ് ഒരു ഇൻഡിക്കേഷൻ ദാറ്റ് ഐ വിൽ സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ ദിസ്. അപ്പോൾ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ ഈസിയർ ആണ്. ഐ നീഡ് മൈ ടൈം, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ശ്രമിച്ചു നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴും വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ജോലിക്ക് തിരിച്ച് കയറിക്കോളാം. എല്ലാവർക്കും ഫാമിലിക്ക് അതാണല്ലോ വേണ്ടത്, ഒരു സ്റ്റെബിലിറ്റി ആണല്ലോ വേണ്ടത്. അങ്ങനെ ഒരു എന്താ പറയാ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയും കൂടെയാണ്. അവർക്കും കൂടെ അതൊരു കൺവിൻസ് ചെയ്ത് കൊടുത്താൽ മോസ്റ്റ്ലി എല്ലാവരുടെയും ലൈഫ് ഈസിയർ ആകും. നമ്മൾ അത് ചെയ്യാത്തപ്പോഴാണ് എല്ലാവർക്കും പേടി, ഭയമാണ് എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഞങ്ങളിത് നാവിഗേറ്റ് ചെയ്തിരുന്നു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു ഉടനെയുള്ള സമയം കൂടെ ആയിരുന്നു. പക്ഷെ വി കൈൻഡ് ഓഫ് കൺവിൻസ്ഡ് അവർ ഫാമിലി, കുഴപ്പമില്ല, ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നത്. ആൻഡ് ദേ വർ ലൈക്ക് ഫൈൻ, ഓക്കെ, ഇഫ് യു നോ വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ഇഫ് യു ആർ കോൺഫിഡന്റ്, ഗോ അഹെഡ്, ബാക്കി ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യും. അതൊരു വലിയ സമാധാനമാണ് അല്ലേ? ഞാൻ എന്താ പറയാ, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല, ബട്ട് വി ഫിഗേർഡ് ഇങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ സമാധാനിപ്പിക്കേണ്ടതെന്ന്. അപ്പൊ പിന്നെ ഞാൻ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ഫാമിലി സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗിവ് ദം ദിസ് ഗെയിം പ്ലാൻ, കൺവിൻസ് ദം വിത്ത് യുവർ ഗെയിം പ്ലാൻ എന്ന് എപ്പോഴും പറയാറുണ്ട്. അതെനിക്കിഷ്ടമായി. ഈ ഒരു ഇത് പറഞ്ഞൂലേ, ഈ ഒരു തുടങ്ങാനുള്ള ഒരു ചാലഞ്ച് കൺവിൻസ് ചെയ്യാന്നുള്ളതായിരിക്കും. പക്ഷെ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിലും നമുക്കൊരു എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ആ വിഷനിലോട്ട് അടുത്തോണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പം ഇനി എന്താണ് ഒരു സ്വപ്നം, ഈ ഒരു അവസരശാല വെച്ചിട്ടുള്ള ഒരു സ്വപ്നം എന്താണ്? ഇനി എങ്ങനെയായിരിക്കണം? ഇപ്പം പാൻ ഇന്ത്യ ലെവലിലായി, UAE വരെ നമുക്ക് പ്രസൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കൊരു പ്രസൻസ് എടുക്കാൻ പറ്റും, ആളുകൾ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ളത് തുടങ്ങി. അപ്പൊ ഇനി എന്താണ് ഒരു സ്വപ്നം? ഞങ്ങൾക്ക് ഗ്ലോബലി സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു. അപ്പം UAE ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ പല പല കൺട്രീസിലോട്ട് സ്കെയിൽ ചെയ്യണം. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ സ്കെയിലിംഗ് അപ്പ് ആണ് അതിന്റെ മെയിൻ തിങ്. അപ്പൊ എനിക്ക് അതാണ് ഒരു മെയിൻ എയിം ഉള്ളത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ പതുക്കെ ഞങ്ങൾ പുതിയ കാര്യങ്ങളിലോട്ടും കയറി തുടങ്ങി. അതായത് കരിക്കുലം ബിൽഡിംഗ്, അപ്പം കോർപ്പറേറ്റ്സ് ഞങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട കരിക്കുലം, ഇപ്പം
AI അല്ലെങ്കിൽ AR VR അങ്ങനത്തെ ന്യൂ ടെക്നോളജീസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ഒരു എൻഡ് ടു എൻഡ് കരിക്കുലം ബിൽഡിങ്ങിന് ഞങ്ങൾക്ക് കോൺട്രാക്ട്സ് കിട്ടുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി സ്റ്റുഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ലേണിംഗ്, ടാലന്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈ സ്പേസിൽ ഞങ്ങൾ ഉള്ളതുകൊണ്ട് വി ആർ ദ റൈറ്റ് പീപ്പിൾ ഫോർ ദം. ഇങ്ങനത്തെ കുറച്ച് പ്രോജക്ട്സ് കിട്ടുന്നത് കൂടുതൽ എനിക്ക് എക്സ്പാൻഡ് ചെയ്താൽ കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു എയിം എന്ന് പറയുന്നത്. ഒരു 5 years 6 years. മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഒരു സ്റ്റുഡന്റ് ആയി അവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടിയ ഒരു ഓൺട്രപ്രണർ ആകുന്നു. ഇപ്പോഴത്തെ വനിതാ സംരംഭകരെ അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ തന്നെയാണ് അശ്വതി ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ രണ്ട് കൂട്ടരോടും അശ്വതിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു വിദ്യാർത്ഥി ഇവിടുന്ന് എല്ലാ തരത്തിലും ഒരു പഠനമാണെങ്കിലും അതിന് സപ്പോർട്ടാണെങ്കിലും ഒക്കെ കിട്ടി ഒരു ഉയരത്തിലെത്തി, ഇപ്പം ഉയരെ എത്തി. അതുപോലെ തന്നെ ഇപ്പൊ അവരും ഉയരെ പോവാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും എന്താണ് അശ്വതിയുടേതായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ എന്ത് തന്നെയാണെങ്കിലും എന്താണ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ടൈം ടു സ്റ്റാർട്ടപ്പ് ഇസ് നൗ. അതായത് ഇപ്പൊ ഈ നിമിഷം മാത്രമേ ഉള്ളൂ കറക്റ്റ് സമയം. അത് ആർക്കാണേലും ഇപ്പം എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ നാളെ ചെയ്യാം, കുറച്ചും കൂടെ റിസോഴ്സസ് ആയിട്ട് ചെയ്യാം, എൻ്റെ കല്യാണം വരികയാണ് അത് കഴിഞ്ഞ് ചെയ്യാം, അങ്ങനെ ഒരു ടൈം ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ അത് എന്ത് സ്മോൾ ലെവലിലാണേലും ബിഗ് ലെവലിലാണേലും തുടങ്ങി വെക്കുക. അപ്പം ആ ഒരു എക്സസൈസ് നമ്മൾ എല്ലാവർക്കും ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റും. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഫോൺ എടുത്തിട്ട് അതിലെ ഫസ്റ്റ് വരുന്ന 10 നമ്പേഴ്സിനെ വിളിച്ച് നമ്മൾ ചോദിച്ചാലും മതി, ആർ യു റെഡി ടു ബൈ ദിസ് പ്രോഡക്റ്റ്? അങ്ങനെയെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റും. എൻ്റെ ഒരു കമ്പനി ഒന്നും 3 വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ട്രൈ ചെയ്ത് ഫെയിൽ ആവുകയാണെങ്കിൽ നിർത്താനുള്ള എല്ലാ ഒരു വ്യവസ്ഥയും ഗവൺമെന്റ് തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ തന്നെ യൂണിവേഴ്സിറ്റീസിൽ ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ IEDCs ഉണ്ടാകും, അതല്ലെങ്കിൽ TBI ഉണ്ടാവും. പോവുക, സംസാരിക്കുക. മിക്ക സ്റ്റുഡൻസിനും അറിയില്ല ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആണെന്ന്. അവിടെ പോയി കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനർജി കിട്ടും. സെയിം വിത്ത് അഡൾട്ട്സ്, ഇപ്പം വിമൻ ആണേലും മെൻ ആണേലും ഹു വോണ്ട് ടു എൻറ്റർ ഓൺടർപ്രണർഷിപ്പ്. നിങ്ങൾ ഇതേപോലെ ഉള്ള കോൺഫറൻസസിന് അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടികളിൽ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ ചിലവൊന്നും ഇല്ലാതെ തുടങ്ങാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ധാരണ കിട്ടും. പിന്നെ എല്ലാം ധൈര്യമാണ്. നമ്മൾ വെച്ചോണ്ടിരിക്കുന്നതിന് പകരം ജസ്റ്റ് അങ്ങ് ചെയ്യുക, എടുത്തങ്ങ് ചാടുക. അപ്പം അതാ ഞാൻ പറഞ്ഞു, എടുത്ത് ചാടാം, അത് കഴിഞ്ഞ് ബാക്കി പിന്നെ നോക്കാം. പക്ഷെ അധികം നമുക്ക് കൈ പൊള്ളുന്ന രീതിയിലുള്ള ഉണ്ടാക്കി വെക്കരുത്. ലോൺ എടുക്കുക ചെയ്യരുത്. അതേപോലെ ഒന്നും ഈ പറഞ്ഞ പോലെ വിറ്റിട്ട് കാശുണ്ടാക്കി ചെയ്യാം അതുപോലെ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്ക് നമ്മൾ സർവൈവ് ചെയ്യാനായിട്ടുള്ള സേവിങ്സ് ഉണ്ടാക്കി വെക്കുക മിനിമം. അതല്ല സ്റ്റുഡൻസിന് സേവിങ്സ് ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാത്തവർക്കും ഈ പറഞ്ഞ EIR പോലത്തെ പ്രോഗ്രാംസിൽ കയറുക. വേർ യു വിൽ ഗെറ്റ് ദാറ്റ്. നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സസ്റ്റനൻസ് കിട്ടുന്ന ചെറിയ പരിപാടികൾ കണ്ടുപിടിക്കാം. പിന്നെ ഗ്രാൻഡ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ചെലവിന് എടുക്കാൻ പറ്റില്ല, അത് ഓർക്കുക. ബിക്കോസ് കുറെ കുട്ടികൾ ഇതേപോലെ ഗ്രാൻഡ് മേടിച്ചുകൊണ്ട് ബൈക്ക് മേടിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. ആൻഡ് ഓൾവേസ് പേ യുവർ സെൽഫ് ആസ് എ ഫൗണ്ടർ. ഫ്രം ഡേ 1 നിങ്ങൾക്ക് റവന്യൂ, നിങ്ങളുടെ സാലറി പേ ചെയ്യണം. ഇപ്പം 1 രൂപയെങ്കിൽ 1 രൂപ. പക്ഷെ ആ ഒരു സാലറി നിങ്ങൾ എടുത്തു തുടങ്ങിയാലേ നമുക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ലൈക്ക് അത്രേ ഉള്ളൂ. ഇന്ന് തുടങ്ങണം, ഇന്നെങ്കിൽ ഇന്ന്. അതാണ് മനസ്സിൽ വെക്കേണ്ടത്. എന്തെങ്കിലും ഇന്ന് എന്നൊക്കെ പറയുമ്പോ എന്നോട് എന്നും സംഗീതമായി പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാ തുടങ്ങാത്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സേഫ് സോണിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഓൺടർപ്രണേഴ്സിനെ ഉണ്ടാക്കണം, ഐ മീൻ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞു, സത്യമായിട്ട് പേടിയായിട്ടാണ്. എടുത്ത് ചാടാനുള്ള ഒരു ധൈര്യക്കുറവാണ് സത്യമായിട്ടും പറഞ്ഞപ്പം. ഞങ്ങൾ 3 കൂട്ടുകാരാണ്. ഈ 3 കൂട്ടുകാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരാളുണ്ട് എപ്പോഴും എങ്ങനെ പറയും, നമുക്ക് ഈ ഐഡിയ ചെയ്യാം. ഞങ്ങള് 2 ദിവസം കഴിയുമ്പോൾ അവള് അയച്ചിരുതേ നമ്മൾ പറഞ്ഞ ഐഡിയ വേറെ നല്ലതാ. അങ്ങനെ വേറൊരാൾ തുടങ്ങിയാല് അതാ വേറൊരു കാര്യം. കോമ്പറ്റീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയതാ. ഒരാൾ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈസിയാണ്. ബിക്കോസ് ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതും മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ അവർ ഓൾറെഡി ചെയ്യുന്നുള്ളൂ. നമ്മൾ അവരുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. ചെയ്യണം. ആ ധൈര്യം വേണം. ധൈര്യം ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്ലേസ്മെന്റിൽ കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതും
പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രിയും പകലൊന്നും നടക്കണ്ട. ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ നമുക്ക് രാവിലെ 9 മണിക്ക് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോൾ കഴിഞ്ഞു, നിങ്ങളുടെ ജോലി കഴിഞ്ഞു. പിന്നെ ഉണ്ടാവും പേപ്പർ നോക്കാനോ അല്ലെങ്കിൽ അസൈൻമെന്റ് കറക്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും പഠിപ്പിക്കുന്ന അതേ വിഷയം പഠിപ്പിക്കുകയാണ്. പിന്നെ റിസർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഫണ്ട് ഉണ്ട്. ഭയങ്കര സേഫ് ആണ് ആ ഒരു ജേർണി. പിന്നെ ഈ ഞങ്ങള് പറഞ്ഞ പോലെ ഗ്രാൻഡ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണേലും അതൊരു ചെറിയ സേഫ് ജേർണി തന്നെയാണ് കേട്ടോ. ഇപ്പം VC ഫണ്ടിങ്ങിന് പോകുന്നവരുടെ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു സ്പേസ് ആണ്. ഇപ്പൊ ഞാൻ ആ റൂട്ട് പോവാത്ത ആളായതുകൊണ്ട് അതിൻ്റെതായ ചലഞ്ചസ്, അതിൻ്റെതായ ടെൻഷനൊക്കെ വേറെയാണ്. ആൻഡ് ഇപ്പൊ ഈ പറയുന്ന ലാഘവത്തോടു കൂടി എനിക്ക് പറയാനും പറ്റില്ല. നമ്മൾ വേറൊരു VC ഫണ്ടിങ് ഇത്രയും ഏർലി സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ നമ്മൾ ലൈക്ക് നമുക്ക് കുറച്ച് പേരോട് ബാധ്യത ഉണ്ടാവും. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന പോലെ ഈ VC ഫണ്ട്സിനോട് ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ ബൂട്ട് സ്ട്രാപ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ധൈര്യം എടുക്കാൻ പറ്റുള്ളൂ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ അപ്പൊ ഞങ്ങളും കംഫർട്ട് സോണിലാണ് അങ്ങനെ നോക്കുമ്പോൾ. ഗ്രാൻഡുകളുണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്താവശ്യമുണ്ട് ഇവിടെ സിറ്റിക്കിൽ പോയാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു എക്കോസിസ്റ്റത്തിൽ കയറി കഴിയുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആകാം എന്നുള്ളത് പതുക്കെ നമ്മൾ മനസ്സിലാക്കും. ഹെൽപ്പ് എടുക്കുക, അതേ ഉള്ളൂ. ലൈക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് എടുക്കുക. അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒരു സോഷ്യൽ സ്റ്റാർട്ടപ്പാണിത്. ഫോർ പ്രോഫിറ്റ് സോഷ്യൽ എന്റർപ്രൈസ് ആണ്. UNDP അതുപോലത്തെ കുറെ ബ്രിഡ്ജ് ഫോർ ബില്യൻസ് ന്യൂയോർക്ക് ബേസ്ഡ് ഒരു ഇൻക്യുബേറ്റിംഗ് അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോയമ്പത്തൂറുള്ള AIC ഉണ്ട്, റേസ് എന്ന് പറഞ്ഞിട്ട്. അവരാണ് കൂടുതലും UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലുള്ള കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് സിറ്റിക്ക് ഉണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, IIM കോഴിക്കോട് ലൈവ് ഉണ്ട്. ഒരേ സമയം ഇവരെല്ലാം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഹെൽപ്പ് ഉണ്ട്, നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ മതി. ഇപ്പം ഇതും ഒരു പോസിബിലിറ്റി അല്ലേ, ഇപ്പൊ യൂത്തിന് കൊടുക്കാവുന്ന ഒരു പോസിബിലിറ്റി ആണല്ലോ. കൂടുതൽ ആൾക്കാർക്കും ഐഡിയ ഉണ്ട്, പക്ഷെ അത് ഫീസിബിൾ ആണോ പോസിബിൾ ആണോ എന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വന്നിട്ട് കുറെ പറയും അങ്ങനെ ഒന്ന് ചെയ്തൂടെ ഇങ്ങനെ ഒന്ന് ചെയ്തൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ഫീസിബിലിറ്റി നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നോക്കണോ, അതെങ്ങനെയാ നോക്കുന്നത്? അപ്പം അതുകൊണ്ട് ഒരു വലിയൊരു ഗ്യാപ്പാണ് അത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ നല്ലൊരു ഒരു എൻവയോൺമെന്റ് ഉണ്ട് സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യണെന്നുള്ള. ഞാൻ വേറെ സ്റ്റേറ്റിലും ഞാൻ മെന്റർ ആണ്. ഞാൻ ചില ഇതുപോലത്തെ TBIസിലെ ബോർഡ് മെമ്പർ ആണ്. അപ്പൊ എനിക്ക് അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവർക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഞാൻ അറ്റ് എനി ഗിവൺ ടൈം ഒരു സ്റ്റുഡന്റിന് ഒരു ഓൺടർപ്രണർ ആവണമെങ്കിൽ ഞാൻ കേരളം തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നോട്ട് ഈവൻ ബാംഗ്ലൂർ ഒക്കെ കുറെ കൂടെ വേറൊരു ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ആണ്. സ്റ്റുഡൻസിന് കറക്റ്റ് കേരളമാണ്. ഒത്തിരി നേരമായല്ലേ ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കൂടുതലും ഇന്നൊരു ദിവസം ഇവിടെ വന്ന് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് കഴിഞ്ഞാൽ അശ്വതിനെ എടുത്ത് ഇങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരി ഞാൻ എവിടെയൊക്കെയോ മറന്നു വെച്ചിട്ടുള്ള എന്റെ എന്തൊക്കെയോ ഡ്രീമാണ് ഇങ്ങനെ പൊടി തട്ടി എടുക്കാനുള്ള സമയമായി കേട്ടോ എന്നുള്ളൊരു തോന്നലേക്ക് എത്തുന്നുണ്ട്. അപ്പം എല്ലാ വിധത്തിലുള്ള ഇനിയിപ്പോ അങ്ങോട്ട് പറഞ്ഞ ഒരു 5 വർഷത്തേക്കുള്ള ഒരു ഡ്രീമാണ് പറഞ്ഞത്. അത് 50 വർഷവും 100 വർഷവും അതും കഴിഞ്ഞും കടന്നു പോകുന്ന രീതിയിൽ ഏറ്റവും എന്താ പറയാ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കൊടുക്കുന്ന അല്ലെ, ഇപ്പൊ ഒരു ഡെമോക്രസിയുടെ ഒരു വേർഡ് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം ഓരോ കുഞ്ഞിനും അവസരങ്ങൾ കൊടുക്കുന്ന വലിയൊരു അവസരശാലയായിട്ട് അശ്വതിയുടെ ഈ ഒരു പ്രസ്ഥാനം വളർന്ന് പന്തലിക്കട്ടെ എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷാണ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു.